സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സന്താന പരമ്പരകൾ കേരളത്തിലും ലക്ഷദ്വീപിലും മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരി സാദാത്യങ്ങൾ വളപട്ടണത്ത് വരുന്നതിന് മുമ്പ് അവിടുത്തെ ഖാലിമാര് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പരമ്പരക്കാരായിരുന്നു. ലക്ഷദ്വീപിൽ ദീനി പ്രബോധനം നടത്തിയത് ഉബൈറുല്ലാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരസന്താനങ്ങളിൽപ്പെട്ട ഒരാളായി അന്നു മുതൽ ഇന്ന് വരെ എല്ലാവരും പറയുകയും ലക്ഷദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറൂസുകളിൽ ഒരു ഉറൂസാണ് റമളാൻ 27 അന്ന് അവരുടെ ഉറൂസ് മുബാറക്. സിദ്ദീഖ് കുടുംബങ്ങൾ അവിടെയുമുണ്ട്, പല സ്ഥലത്തും കാണാൻ സാധിക്കും. മുത്തുമോമിനിങ്ങളെ കൂട്ടത്തിൽ അമ്പിയാക്കന്മാരെ മാറ്റിവച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയുല്ലാഹി സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വലിയുല്ലാഹി എന്ന് നമ്മൾ പറയാറില്ല. എന്തുകൊണ്ട്? അതിനേക്കാളും പവറുള്ള പേരാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം ഖലീഫത്തു റസൂലില്ലാഹ് എന്ന് പറയലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിഴല് പോലെ നടന്നിരുന്ന മഹാനവറുകൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിഴല് പോലെ നടന്നിരുന്ന മഹാനവറുകൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളുന്നു. അത് അവിടുത്തെ അനുവാദം കിട്ടിയപ്പോഴാണ് ആ ഖബർ ഷെരീഫിലേക്ക് അതിൻ്റെ അടുത്തേക്ക് ആ ഖബർ അടക്കം ചെയ്യപ്പെട്ടത്. ഇതെല്ലാം ഇമാം റാസി തങ്ങൾ വിശദമായി പറയുന്നുണ്ട്.